ഹായ്, രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കാര്യം എന്നെ കണ്ടപ്പോൾ മനസ്സിലായല്ലോ എന്താണ് പരിപാടി എന്നുള്ളത്. ഇതിലെ ഞാൻ കാണിച്ചു തരാം. ഇതേ ഇന്നലെ ഇതൊരു ഇരുമ്പച്ചട്ടി, ഇതിൽ നെല്ലിക്കപ്പൊടി, അതുപോലെ മൈലാഞ്ചിപ്പൊടി, തേയിലത്തൊത്ത്, പിന്നെ നീല അമരി, ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് തലയ്ക്കും ദിവസമേ നല്ലതുപോലെ ഇത് അടുപ്പിൽ വെച്ച് വേവിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വേവിച്ച് വറ്റിച്ച് ഇതിൽ വെച്ചിരുന്നതാണ്. കണ്ടോ, ഇപ്പോൾ നല്ല ബ്ലാക്ക് കളറായി കേട്ടോ. ഇത് കണ്ടോ, നല്ല ബ്ലാക്ക് കളറാണ്. ഇത് മൊബൈലിലൊരു ബ്രൗൺ പോലെ തോന്നുന്നു, പക്ഷെ നല്ല ബ്ലാക്കാണ് കേട്ടോ. അത് ഇനി തലയിൽ പൊത്തി വയ്ക്കണം. തലയിൽ പൊത്തി വെച്ചിട്ട് 4 മണിക്കൂറൊക്കെയാണ് വയ്ക്കുന്നത്. ഞാനിത് ഇപ്പോൾ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയി. ഇതിനി ഞാനിത് ഒരു 12, 1, 2, 3, 4, ഒരു 5 മണിയൊക്കെ ആയിട്ട് ഞാൻ കുളിക്കുകയുള്ളൂ. അപ്പോൾ അത്രയും സമയം വരെ ഇതിൻ്റെ തലയിൽ തന്നെ പൊത്തി വെച്ചിരിക്കും കേട്ടോ. ഇത് അപ്പോൾ ഞാൻ പൊത്തി വയ്ക്കുമ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇതിലാണ് വെച്ചിരുന്നത് കേട്ടോ. എന്നിട്ട് ഇനി ഇത് തലയിലങ്ങ് പൊത്തി വയ്ക്കാൻ പോകുകയാണ് കേട്ടോ. കാണിച്ചു തരാം. ഇത് ഞാനൊരു 4-5 മണിക്കൂർ ഇട്ടേക്കില്ല, ഒരു 5 മണിയൊക്കെ ആയിട്ടേ കുളിക്കുള്ളൂ. അപ്പോൾ അതൊരു എൻ്റെ തലയിൽ ഇങ്ങനെ ഇട്ടേക്കത് കേട്ടോ. ഇത് വലിയ എൻ്റെ തല വലുത് മുടി കൂടുതലായിട്ടൊന്നും വെളുത്തിട്ടില്ല. അപ്പോൾ ഇതാണ്ട് ഈ ഒരു ഭാഗമാണ് എനിക്ക് വെളുത്തിരിക്കുന്നത്, ഈ ഒരു ഭാഗം. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ഇത് തലയിൽ പൊത്തി വയ്ക്കുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് അങ്ങ് പൊത്തും തലയിൽ കേട്ടോ. തലമുടി കംപ്ലീറ്റ് ഇത് ഞാനങ്ങ് പൊത്തി വയ്ക്കും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് ചെയ്ത സമയത്ത് ഇത് പൊത്തി വയ്ക്കാതെയാണ് ഇത് തലയിൽ പൊട്ടുന്ന കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം തലയിലൊന്ന് പൊട്ടുന്ന കാണിക്കാൻ വെച്ചേട്ടാ. ഇത് കംപ്ലീറ്റ് ഇതിങ്ങനെ തലയിൽ ഈ മുടിയിലൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് അങ്ങ് ചുറ്റി. അപ്പോൾ ഇതാണ് ഇന്നത്തെ പരിപാടി. ഇതിനി കംപ്ലീറ്റ് തേച്ചതിന് ശേഷം ഈ മുടിയെല്ലാം കൂടെ ഒരു പ്ലാസ്റ്റിക് കവറോ തുണിയോ കാണാൻ കൊണ്ട് കെട്ടി വെച്ചിട്ട് അവിടെ അങ്ങ് ഇരിക്കും. പിന്നെ നമുക്കങ്ങനെ തേച്ചിരിക്കളയാം. തേച്ചിടുന്ന സമയത്ത് ചെറിയ ഷാമ്പൂ അല്ലെങ്കിൽ താളി എന്തെങ്കിലും ചേർത്ത് തേച്ച് കഴിക്കണം അത് കേട്ടോ. പക്ഷേ 4-5 മണിക്കൂർ കിടക്കണം തലയിൽ. ഞാനിത് മിക്കവാറും 3 മാസത്തിലൊരിക്കൽ 4 മാസത്തിലൊരിക്കൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ ചെയ്തിട്ട് ഇത്രയും നാളായി. ഇപ്പോൾ ഏകദേശം ചെയ്തിട്ട് ഏകദേശം ഒരു വർഷം ആവാൻ പോകുന്നു. കഴിഞ്ഞ മാർച്ചിൽ ഞാൻ രാജസ്ഥാൻ വന്നതിന് ശേഷം ചെയ്തതാണ്. അതിന് ശേഷം പിന്നെ ചെയ്തിട്ടില്ല. ഡൈയും തയ്ക്കാറില്ല. അപ്പോൾ ഇതാണ് എൻ്റെ പരിപാടി. ഞാൻ ഡൈ വണ്ടി തയ്ക്കാറില്ല. ഡൈ തയ്ക്കാത്ത കാരണം എന്ന് പറയുന്നത് മുടി വലിയ വെളുപ്പില്ല, അതുകൊണ്ടാണ് ഡൈ തയ്ക്കാത്തത്. പിന്നെ ഇത്രയും ഭാഗം എനിക്കിത് ഈ സൈഡിൽ ഈ ഭാഗമാണ് ഇങ്ങനെ വെളുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാനിത് കംപ്ലീറ്റ് ഒന്ന് തേച്ച് പൊത്തി വെച്ചതിന് ശേഷം ഞാനത് കാണിച്ചു തരാം. പൊത്തി വെച്ച് മുഖമൊക്കെ ഒന്ന് ക്ലീനാക്കി വയ്ക്കാം. ശരി. മൊബൈൽ കയ്യിൽ പിടിച്ചുകൊണ്ടാണ്, സ്റ്റാൻഡിൽ വെച്ചില്ല. അപ്പോൾ ഇനി ഇത് കംപ്ലീറ്റ് തലയിലോട്ട് പൊത്തി വെച്ചൊരു തുണിയൊക്കെ വെച്ച് കെട്ടിയതിന് ശേഷം ബാക്കി കാണിക്കാം.
ഞാൻ കണ്ടോ മുഖം വരയ്ക്കുന്നുണ്ടോ? അതിന് ഞാൻ തുണി ഇട്ട് കെട്ടി വയ്ക്കാം തലയിലാണ്. തുണിയെക്കാട്ടി നല്ല പ്ലാസ്റ്റിക് കവറാണ് കേട്ടോ. തുണിയാകുമ്പോൾ കംപ്ലീറ്റ് അങ്ങ് പിടിക്കുമല്ലോ. നെല്ലിക്കപ്പൊടിയും ഹന്നിയൊക്കെ ഞാൻ ഓൺലൈനിൽ വരുത്തിയതാണ്. അല്ലെങ്കിൽ ഇത് ഫ്രഷായിട്ട് കിട്ടുമെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. ഇതെല്ലാം ഓൺലൈനിൽ വരുത്തിയതാണ്. പക്ഷേ ഇരുമ്പ് ചട്ടി വയ്ക്കുമ്പോഴാണ് അത് കൂടുതൽ നല്ല കറുപ്പായിട്ട് നമുക്ക് കിട്ടുന്നത്. കണ്ടോ? ഇത് പ്ലാസ്റ്റിക് കവർ വെച്ച് ഞാൻ കെട്ടി വയ്ക്കുക. അല്ലെങ്കിൽ എന്താണെന്നറിയാമോ, ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇത് ചിലപ്പോൾ ചൊരിഞ്ഞ് തറയിൽ വീഴും കേട്ടോ. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറെടുത്ത് ഇതിനകത്തോട്ട് ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. അങ്ങനെ നമുക്കിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കാം. അല്ലെങ്കിൽ തറയിലെല്ലാം ഇങ്ങനെ ചൊരിഞ്ഞ് വീഴും കേട്ടോ. ഇത് ഇന്ന് ഇവിടെ അങ്ങ് ഇരിക്കും. അല്ലെങ്കിൽ ഇതിങ്ങനെ ബാക്കിൽ ഇവിടെ ഇങ്ങനെ മുടി കെട്ടി വെച്ചിട്ട് ആ മുടിയിലൊരു റബ്ബർ ബാൻഡും കൂടെ ഇട്ട് കെട്ടി തന്നെ വയ്ക്കാം. അപ്പം ഞാനിത് കുളിച്ചതിന് ശേഷം ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഓക്കേ. ഒരു 2 മണിക്കൂറോളമായി കേട്ടോ ഞാനിത് തലയിൽ പൊത്തിയിട്ട്. കാരണം പ്ലാസ്റ്റിക് ഞാൻ എടുത്ത് മാറ്റി. എനിക്ക് പ്ലാസ്റ്റിക് വെച്ചപ്പോഴും ആവി കയറും തലയിൽ. ഉണ്ട്, നല്ല കറുപ്പുണ്ട്. വെളിയിൽ പറ്റിയപ്പോഴും നല്ല കറുപ്പുണ്ട്. ഉണ്ടോ? ഇപ്പോൾ ഉണങ്ങിയിട്ടില്ല. അപ്പോൾ കൈ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ അതങ്ങടുത്ത് മാറ്റി. ഇനിയിപ്പോൾ ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് കുളിക്കാം. അപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ 5 മണിയായി. ഇപ്പോൾ കയ്യിലൊന്നും ഒട്ടുന്നില്ല. ഉണ്ടോ? അപ്പോൾ കയ്യിലൊന്നും ഒട്ടുന്നില്ല. നല്ല ഭംഗിയായിട്ട് ഉണങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യം പോയി പിറമെല്ലാം സോപ്പൊക്കെ തേച്ച് കഴുകിയതിന് ശേഷം മാത്രം തല കഴുകി എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി തല കഴുകിയതിന് ശേഷം കാണും. ഇപ്പോൾ കണ്ട നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയാണ്. വെടിഞ്ഞൊന്നും വീഴുന്നില്ല. അപ്പോൾ ഇനി പോയി കുളിച്ചിട്ട് വരാം. ഞാൻ ഇടയൊക്കെ തേച്ച് തലയൊക്കെ കഴുകി. എന്താ ഇത്രയും ഭാഗമാണ് എനിക്ക് കുറച്ച് വെളുത്ത മുടിയുള്ളത്. ചിലപ്പം ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നാളെ കുറച്ചും കൂടെ നാളെ കുറച്ചുകൂടെ കളർ ചേഞ്ച് വരും കേട്ടോ. ഇതുണ്ട്, ഇത്രയും ഭാഗമേ ഉള്ളൂ. ബാക്കിയൊക്കെ കംപ്ലീറ്റ് കറുപ്പാണ് എൻ്റെ മുടി. ഒരുപാടൊന്നും വെള്ളം വന്നിട്ടില്ല മുടിയിൽ. പിന്നെ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. ഇപ്പോൾ ഇത്രയും സമയം വരെ ഡൈയൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ഒക്കെ മനസ്സിലാക്കിയല്ലോ. നാച്ചുറൽ ഡൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. ഇപ്പോൾ കാര്യം ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ പോകേണ്ട അടുത്ത് തന്നെ നിൽക്കുക കേട്ടോ. ബൈ.